എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചെയ്യരുതെന്ന് വിചാരിച്ച 2 കാര്യങ്ങളുണ്ട്. ആ തമിഴത്തി പെണ്ണ് എന്നെ കൊണ്ട് അത് ചെയ്യിച്ചു. എന്നെങ്കിലും ഒരു ദിവസം അവളെ എന്റെ കയ്യിൽ കിട്ടാതിരിക്കില്ല. എന്റെ ചേച്ചിയുടെ മോൾക്ക് കല്യാണമായി. അതിന് കോലവും മൈലാഞ്ചിയൊക്കെ ഇടുന്നതിന് വേണ്ടി നിങ്ങളെ വിളിക്കാൻ വേണ്ടിയാ വന്നത്. നമുക്ക് നന്നായി ചെയ്യാം. നമ്മുടെ കൂട്ടുകാരുടെ കല്യാണം. അവിടെ പോകുമ്പോ നമ്മുടെ മക്കളെ പലരും കാണും. എന്തെങ്കിലും നല്ല ബന്ധം വന്നാലോ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണും നീ ഇഷ്ടപ്പെടുന്ന പെണ്ണും ഒരു വീട്ടിലാ താമസിക്കുന്ന. ചേച്ചി അനിയത്തിന്നാ തോന്നുന്നേ. ആണോടാ? അതേടാ. അവരെ രണ്ടുപേരും നമുക്ക് വീഴ്ത്തിയാലോ? എന്തായാലും വീഴ്ത്തണം. നമുക്ക് ആ വീട്ടിലേക്ക് പോവാൻ ഒരു ഐഡിയ ആലോചിച്ചിട്ടുണ്ട്. എന്താ ഐഡിയ? ഒന്ന് നിർത്തടി. ഇപ്പൊ എന്തിനാണ് ഈ വിസിലടിച്ചേ? ഇത് റൊമാൻറ്റിക് വിസിലായിരുന്നു. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എന്താടാ എന്നെ കണ്ട് പൊളിച്ചു വെക്കുന്നേ? എന്താടാ കള്ളക്കല്യാണം നടത്തിയിട്ട് കള്ളത്തരം കാണിച്ച് ജീവിക്കാന്നാണോ നീ വിചാരിക്കുന്നേ? ഞാനെന്താ മണ്ടിയാണെന്നാണോ നീ വിചാരിച്ചത്? എടിലതേ, എന്താ നിന്റെ അമ്മായി തരാന്ന് പറഞ്ഞ ബാക്കി പൈസ തരാതെ നിന്റെ ഭർത്താവിനൊന്ന് തൊടുക പോലും ഇല്ലെന്ന് ഇവന്റെ തലയെ തൊട്ട് സത്യം ചെയ്യടി. സത്യം ചെയ്യാനാ പറഞ്ഞേ. പൂർണി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല. നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? അമ്മേനെ അച്ഛനെയും കുറിച്ച്. ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ. നിനക്ക് ഒരാലോചനയും ശരിയാവാത്ത കാര്യം ഓർത്ത് അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. അത് മാത്രല്ല, നിനക്ക് വേണ്ടി ഞാൻ എത്രയധികം പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയോ? അച്ഛനും അമ്മയും കാണുമ്പോ ഒരുപാട് വിഷമമുണ്ട്. അതേ ഗീത, അച്ഛനും അമ്മയ്ക്കും വേണ്ടി നീ കല്യാണം കഴിക്കണം. അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ. എന്താ? ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ? മൂത്തവള് നീയുള്ളപ്പോ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാ? നിനക്കെന്താ തലക്ക് വട്ടാണോ? പിന്നെ എന്തിനാ അത് തന്നെ പറയുന്നേ? 1 വയസ്സിനല്ലേ മൂത്തത്? എനിക്കെന്തോ ഒരു ഡൗട്ടുണ്ട്. സത്യം പറയൂ നീ. എന്ത് ഡൗട്ട്? നീ ശരിക്കും ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ പൂർണി? ലവോ? ചിച്ചി, ഇപ്പൊ എന്താ നിനക്ക് ഇങ്ങനൊരു ഡൗട്ട്? കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ നീ. മാത്രല്ല എന്നോട് ആദ്യം കഴിക്കാനും പറയുന്നുണ്ട്. നിന്റെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചോളാം. ഇത് കേൾക്കുമ്പോഴാ എനിക്ക് ഡൗട്ട് വരുന്നേ. നീ നിന്റെ ലവ് മാറ്റർ പറയാൻ പേടിച്ചിട്ട് എല്ലാരോടും കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നതായിട്ടാ തോന്നേ. ഒന്ന് പോടി, അങ്ങനെയൊന്നുമില്ല. ഏയ് പറഞ്ഞോ, ആരാ ആ പയ്യൻ? എന്റെ ദൈവമേ, അങ്ങനെയൊന്നും ഇല്ല. പറയ് പൂർണി. സത്യം പറഞ്ഞതാ, അങ്ങനെയൊന്നും ആരുമില്ല. ഉണ്ടായിരുന്നെങ്കി ഞാൻ ഇതിനു മുന്നേ നിന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഈ കാര്യം നീ എന്നോട് മറച്ചു വെക്കുന്ന എനിക്ക് നല്ല സംശയമുണ്ട്. പറയ്, ആരാ പയ്യൻ? സത്യമായിട്ടോ അങ്ങനെ ആരും ഇല്ലെന്നേ. ശരി, ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഒരു കാര്യം നിന്റെ ഓർമ്മയിൽ വെച്ചോ. നിന്റെ കല്യാണം ശരിയായില്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമാവും. അത് മനസ്സിലോർത്തിട്ട് അടുത്ത ആലോചനയെങ്കിലും ശരിയാവാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ നിനക്ക് കല്യാണം ആകണം എന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. കൊല്ലും ഞാൻ നിന്നെ. നിന്റെ കാര്യം ഇനി ഞാൻ ഏറ്റു. രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് നോക്കാം. നോക്കാം. എടാ ബാലാജി, രാത്രിക്ക് രാമന് സൈലന്റ് ആയിട്ട് പണയത്തിന് കൊണ്ടുവന്ന സ്കൂട്ടറും ടിവിയും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെയാണല്ലോ വെച്ചത്. നീ സൂപ്പറാടാ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഇനി എന്താടാ പ്രശ്നം? നീ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിപ്പിക്കില്ലേ? ആ പെണ്ണിന്റെ വീട്ടിൽ പോവാന്ന് നീ പറഞ്ഞത് പിന്നെ സന്തോഷം കൊണ്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ട് പോലുമില്ല. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ആ വീട്ടിൽ പോയി ആ പെണ്ണിനെ കണ്ടാലേ എനിക്കൊരു ആശ്വാസമാവും.
എടാ നിനക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം ഒന്ന് നീ ആലോചിച്ച് നോക്ക്. എനിക്കുണ്ടല്ലോ മ്യൂസിക് ഡയറക്ടർ തമൻ എന്റെ നെഞ്ചിലിരുന്ന് താളം പിടിക്കുന്ന പോലെ ഉണ്ടറാ. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയി അവളെ കാണണമെന്നുണ്ടോ? എന്നാ ഇപ്പൊ തന്നെ പോയേക്കാ. നിക്ക്, ഞാനൊന്ന് മുഴുവനായിട്ട് പറഞ്ഞോട്ടെ. അങ്ങോട്ട് പോകുന്നതിന് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നാ ഞാൻ പറയാൻ വന്നത്. കൊറേ നേരമായില്ല നീ ഇത് തന്നെ പറഞ്ഞു തോലക്ക്. നമ്മൾ ഈ വേഷത്തിൽ പോയാ അവര് നമ്മളെ കണ്ടുപിടിക്കില്ലേ? ഡാ, ആ പെൺപിള്ളേർക്ക് നമ്മളെ മനസ്സിലാകില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പോകുന്നേ? എടാ വിവരമില്ലാത്ത മാഡ് ഫെലോ, ഞാൻ പറഞ്ഞത് ആ പെണ്ണുങ്ങൾ നമ്മളെ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചല്ല. അവരുടെ വീട്ടില് അവരുടെ അച്ഛനും അമ്മയും നമ്മൾ തിരിച്ചറിഞ്ഞാലോ? അവര് നമ്മളെ എങ്ങനെ തിരിച്ചറിയാനാടാ? അവരുടെ വീട്ടില് TV റിപ്പയർ ചെയ്യാനായിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് അങ്ങ് ചെന്നാ പോരെ? എടാ നിനക്ക് എന്താടാ പറ്റിയത്? ഇനി മനസ്സിലായില്ലേ? അന്ന് നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ലഡ്ഡു അടക്കം കഴിച്ചിട്ടല്ലേ വന്നത്. അത് ശരിയാണല്ലോ, ആ കാര്യം ഞാൻ മറന്നുപോയി. പക്ഷെ ആ പെണ്ണിന് മാത്രം നല്ല ഓർമ്മയുണ്ടല്ലേ? അതായത് അവരുടെ വീട്ടുകാർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ എങ്ങനെ അങ്ങോട്ട് പോവാ? നമുക്ക് വേഷം മാറി പോവാ. വേഷം മാറിട്ടോ? അതേടാ, സിൽക്ക് തുണിയുണ്ട്, ഒരു കളർഫുൾ ഷർട്ട്, കഴുത്തിലൊരു പുലിനോവൊക്കെ ഇട്ട് ഒരു മീശ ഒട്ടിച്ചോ. ഞാൻ പൂക്കളുള്ള ലുങ്കിയും പിന്നെ ഒരു ജുബയൊക്കെ ഇട്ട് കവിളിലൊരു മറുകും കൂടി വെച്ചോണ്ട് പോയേക്കാം. മീശി മറുകും വെച്ചിട്ട് അങ്ങോട്ട് പോയാ അവര് നമ്മളെ കണ്ടുപിടിക്കില്ലെന്നാണ്? അതോർത്ത് നീ പേടിക്കണ്ട. പഴയ സിനിമകളിലൊക്കെ MGR എത്രയോ തവണ വേഷം മാറി വില്ലന്മാരെ എത്രയോ തവണ പറ്റിച്ചിട്ടുണ്ടെന്നറിയോ? ആള് കവിള മറുക് വെച്ച ഗെറ്റപ്പിലെ വില്ലന്മാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ പോയി ഇതുപോലെ മറുക് ഇങ്ങനെ എടുത്തു കാണിച്ച് വില്ലന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്ന രീതിയിൽ കണ്ണിറുക്കി കാണിക്കാറുണ്ട്. എടാ അപ്പോഴത്തെ ആൾക്കാരൊന്നുമല്ല ഇപ്പൊ ആൾക്കാർക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാം. അവര് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ വേണം അങ്ങോട്ട് പോവാൻ. എന്നാ ഒരു കാര്യം ചെയ്താലോ? അമ്മയച്ഛനോടും കണ്ണടയ്ക്കാൻ പറഞ്ഞാ പോരെ? ചെരുപ്പോണ്ട് അടി കിട്ടും, കുഴപ്പമുണ്ടോ? ഐഡിയ. നമ്മുടെ ആ ഷോർട്ട് ഫിലിം എടുക്കുന്ന നിരഞ്ജനില്ലേ, അവനന്ന് സിംഗിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഷോർട്ട് ഫിലിം എടുത്തായിരുന്നു. അവനോട് നമുക്ക് ആ കോസ്റ്റ്യൂമും താടിയും മീശയൊക്കെ ഇങ്ങ് മേടിച്ചാലോ? സൂപ്പർ ഐഡിയടാ. അപ്പൊ അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നീ അവനൊന്ന് വിളിക്ക്. ഏയ് നിരഞ്ജനല്ലേ ഇത്? നീ എവിടെയുള്ളത്? ലല്ലു സിംഗ്. ജില്ലു സിംഗ്. സമയം ഏതെടുക്ക് വാ പോവാ. എടാ അപ്പോഴേക്കും ഹാൻഡിൽ ആരും എടുത്തോണ്ട് പോയി. പുറകോട്ട് നോക്കടാ. ഓ അങ്ങനെയാണോ? അപ്പൊ ഞാനാണല്ലേ തലയിരിഞ്ഞിരുന്നത്. വാ വാ TV എടുത്തിട്ട് വാ. എടാ ഒന്ന് നിക്കടാ, ഞാൻ സ്റ്റിക്കർ ഒന്ന് എടുക്കട്ടെ. കനകരത്നത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കണ്ടാ നമ്മളാരാണെന്ന് ആ നാട്ടിലുള്ള എല്ലാവരും അറിയും. കേറിയിരിക്കേ. എടുക്ക, വേഗം വണ്ടി എടുക്ക്. എന്താണത്? ആവശ്യമുള്ള സമയത്ത് സ്റ്റാർട്ട് ആവില്ലല്ലോ. നീ ശരിക്കും ചവിട്ടങ്ങോട്ട്. ഈ സ്ഥലത്ത് ഡോർ നമ്പർ നോക്കി വീട് കണ്ടുപിടിക്കുമ്പോഴേക്കും ഒരു ടാങ്ക് പെട്രോള് കാലിയാവും. ഈ വീട് എവിടെയാണോ എന്തോ. എന്റെ അമ്മോ, കണ്ടുപിടിച്ചു. സർ, സെൽവി ചേച്ചിയുടെ വീട് ഇതല്ലേ? അതെ അതെ, വരൂ. സെൽവി, സെൽവി, നിന്നെ അന്വേഷിച്ച ആരോ വന്നേക്കുന്നു. അതാ വരുന്നു. ഇരിക്കോ, അവളിപ്പോ വരും. എന്തായിരുന്നു, കല്യാണാണോ? കോലോ ഡാമിനിട്ടായിരിക്കും അല്ലേ? വന്നിരിക്കുന്നേ? പേര് മാള്. ഓ നിങ്ങളാണോ? വരൂ വരൂ. ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ കല്യാണ കാര്യങ്ങൾക്കായിട്ട് ഒരു മാട്രിമോണി ഓഫീസ് നടത്തുന്നത്, അത് ഇവരാ. ഓ വരൂ, അകത്ത് പോയി സംസാരിക്കാം. നിങ്ങളും വന്നേ. വരൂ വരൂ, ഇരിക്കൂ. നിങ്ങളുടെ മക്കളാണല്ലേ? ഹായ്. ഹായ്. ഇതില് ഗീത ആരാ, പൂർണിമ ആരാ? ആദ്യം ഇരിക്ക്. ഞാൻ ഗീത, ഇത് പൂർണിമ. ഞങ്ങളെ എങ്ങനെ നിങ്ങൾക്കറിയാം? ഇന്നലെ ഇവരുടെ ഓഫീസിൽ പോയപ്പോ ഞാനാ പറഞ്ഞത്. ഓഫീസിലോ? ഓഫീസെന്ന് കേട്ടിട്ട് വെറുതെ കൺഫ്യൂഷൻ ആവണ്ട. ഞാനൊരു മാട്രിമോണി ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുക. പൂർണിമയുടെ കല്യാണക്കാരി സംസാരിക്കാൻ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നിങ്ങളോടും നിങ്ങളുടെ അച്ഛനോടും സംസാരിക്കുന്നതിന് വേണ്ടിയാ ഞാനിപ്പോ ഇവിടേക്ക് വന്നത്. ശരി, നിങ്ങൾ ഇരിക്കെ. 2 മിനിറ്റ്, ഞാൻ കോഫി എടുത്തിട്ട് വരാം. ഇപ്പൊ അതൊന്നും വേണ്ട, ചേച്ചി ഇവിടെ ഇരിക്കെ. ഇരിക്കെ, ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം. അമ്മേ, അമ്മേ, അമ്മ ഇത് എന്ത് ചെയ്യാ അവിടെ? ഒന്ന് ഇവിടെ വരെ വന്നേ. എന്താടി ശെൽവി ഇങ്ങനെ കിടന്ന് അലർന്ന്? നിങ്ങൾ എവിടെയോ പോയി ഒളിച്ചിരിക്കല്ലേ? കേക്കാൻ വേണ്ടിയാ ഇങ്ങനെ അലറിയത്, വേറൊന്നുമല്ല. ദേ നോക്ക്, മാട്രിമോണി ഓഫീസിൽ നിന്ന് വന്നിരിക്കുക.
നമസ്കാരം മോളെ. ഇവർക്ക് രണ്ടുപേർക്കും നല്ല ബന്ധം തന്നെ നോക്ക്. തീർച്ചയായിട്ടും. സാർ, സാറിന്റെ മക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി ചേച്ചി പറഞ്ഞിരുന്നു. സാറിന് എങ്ങനത്തെ മരുമകനെയാ വേണ്ടേ? എന്ത് ജോലി വേണമെന്ന് വെച്ചാ പറഞ്ഞു. കാസ്റ്റ് നോക്കുന്നുണ്ടോ അതോ കാസ്റ്റ് ഒന്നും നോക്കുന്നില്ലേ? ഞങ്ങളിപ്പോ ഈ ജാതി മതമൊന്നും നോക്കാറില്ല. ഇതുവരെയും പൂർണിമയ്ക്ക് 10ഓളം ആലോചനകൾ വന്നു. ഒന്നും അങ്ങോട്ട് ശരിയായില്ല. വരുന്നവരെല്ലാവരും ഇളയവളെ കണ്ടിട്ട് അവളെ തന്നെ ആലോചിക്കാന്നാ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനത്തെ ആലോചനയൊന്നും വേണ്ട. ഞങ്ങൾക്ക് തമിഴാലോചന മതി. അങ്ങനെയാണോ സർ? എന്നാ ചേച്ചിക്കും അനിയത്തിക്കും ഒരേ വീട്ടിൽ നിന്ന് കല്യാണം നോക്കുവാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് തന്നെ ഇനിയും ജീവിക്കാലോ. അതുപോലത്തെ ആലോചന നോക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ സന്തോഷം. രണ്ടുപേരും ഒരു വീട്ടിലേക്ക് തന്നെ മരുമകളായി എത്തിയ രണ്ടുപേർക്കും തമ്മിലൊരു സപ്പോർട്ടാവുമല്ലോ. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട. പൂർണിക്ക് മാത്രം ഇപ്പൊ ആലോചന നോക്കിയാ മതി. പറ്റിയ രണ്ടുപേരുടെ ഒരുമിച്ച് തന്നെ നടത്താം. കല്യാണ ചെലവെങ്കിലും ലാഭിക്കാമല്ലോ. അമ്മേ, ചെലവ് ലാഭിക്കാൻ വേണ്ടി എന്റെ കല്യാണം നടത്തുന്ന അതിനിപ്പോ എന്താ? അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പൂർണിനേക്കാളും 1 വയസ്സ് ഇളയതാ. അവളുടെ അപ്പൊ എന്റെ കല്യാണം എന്തിനാ നടത്തുന്നേ? ഞാൻ സമ്മതിക്കില്ല. അത് വിട്ടുകള മോളെ. ആദ്യം അതുപോലത്തെ ഒരു ആലോചന വരട്ടെ. വരുമ്പോ നമുക്ക് ആലോചിക്കാം. പിന്നെ മാളവിക, ആലോചന നോക്കിക്കോ. അതൊക്കെ നോക്കാം സർ. സാറുടെ മക്കൾക്ക് വേണ്ടി എത്ര സ്ത്രീധനം കൊടുക്കുമെന്നും കൂടി പറയോ? അത് സാറ് പറയുവാണെങ്കിൽ കല്യാണാലോചന നോക്കുമ്പോ ഈസി ആയിരിക്കുമല്ലോ. മൂത്തമ്മളുടെ കല്യാണത്തിനായി ഒരു 5 ലക്ഷം രൂപ കരുതി വെച്ചിട്ടുണ്ട്. കുറച്ച് സ്വർണവും കരുതിയിട്ടുണ്ട്. ഈ 5 ലക്ഷത്തിലെ കല്യാണ ചെലവും ഒക്കെ നടക്കണം. 5 ലക്ഷം എന്നൊക്കെ പറയുമ്പോ അത് കല്യാണ ചെലവിന് മാത്രമേ പറ്റൂ. കല്യാണം സിമ്പിളായിട്ട് ഞങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്ന പോലെ നടത്തണം. അതിന് പറ്റിയൊരു ബന്ധം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. അത് ഞാൻ നോക്കിക്കോളാം. ഈ വീട് നിങ്ങളുടെ സ്വന്തമാണോ? ഞങ്ങൾക്ക് സ്വന്തം ഒന്നും പറയാനൊന്നുമില്ല. ഇത് വാടക വീടാ. ശരി, സ്ത്രീധനം ഇല്ലാതെ കല്യാണാലോചന കുറച്ച് പാടാ. പക്ഷേ ഇവര് രണ്ടുപേരും നല്ല കുട്ടികളാ. ഇവർക്ക് നല്ല ആലോചന ഞാൻ കൊണ്ടുവരാം. ഇവർക്ക് പറ്റിയവരെ തന്നെ. ഓ, ഒരു ഫോണ് വാങ്ങിച്ചിട്ട് 10 വർഷം പോലും ആയില്ല. അപ്പോഴത്തേക്ക് ഇത് വർക്ക് ചെയ്യാണ്ട് പോലും ആയല്ലോ. ഒരു നമ്പർ അടിക്കുമ്പം വേറെ നമ്പറാ വരുന്നേ. എന്റെ ദൈവമേ, ഇവരിപ്പൊ എന്തിനാ എന്നെ വിളിക്കുന്നേ? ശരി, എന്തായാലും എടുത്തു നോക്കാം. ഹലോ ചേച്ചി. ചേച്ചിക്ക് 100 ആയുസാ. ഞാനിപ്പൊ ചേച്ചിയെ പറ്റി ആലോചിച്ചതേ ഉള്ളൂ. കറക്റ്റായിട്ട് വിളിച്ചല്ലോ. അല്ലേലും ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാ. നീ ചെയ്യുന്നതാ കറക്റ്റ് അല്ലാത്തത്. ഞാൻ എന്ത് ചെയ്തെന്നാ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യുന്നില്ല. സമയത്ത് പലിശ കാശ് തരുന്നില്ല. പലിശ ഇങ്ങനെ കൂട്ടി വെക്കുന്നതല്ലാതെ എന്റെ മോൻ ഗോവിന്ദന് ഒരു നല്ല ബന്ധം പോലും നീ കൊണ്ടുവരുന്നില്ലല്ലോ. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അവിടേക്ക് എന്തുമാത്രം ആലോചന കൊണ്ടുവന്നതാ. എല്ലാം ചേച്ചിയുടെ മോൻ തന്നെയല്ലേ നശിപ്പിച്ചു കളഞ്ഞത്. ഇത് നോക്ക്, എന്റെ മോനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, നീ കൊണ്ടുവരുന്ന ആലോചനയൊക്കെ ഏടാകൂടം പിടിച്ചേറ്റങ്ങളാ. അന്ന് എന്നെ കണ്ടില്ലേ, കാണാൻ പോയ ആ പെണ്ണിന് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്. ഇനി മുതലേ അതുപോലുള്ള അഹങ്കാരികളൊന്നും നമുക്ക് വേണ്ട. നല്ല കുട്ടികളായിരിക്കണം. ഒരു ദിവസം ഒരു 2 പെൺകുട്ടികളെങ്കിലും കണ്ടാലല്ലേ അതിലൊന്നെങ്കിലൊന്ന് സെറ്റാവൂ. എന്താ, ഒരു ദിവസം 2 എണ്ണോ? അതിന് ഞാനെവിടെ പോവാനാ? അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾ വളരെ കുറവാ. 2 ആലോചനയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ചേച്ചിയുടെ 2 മക്കൾക്ക് സെറ്റാവുന്ന പോലെ ഒരു ആലോചന വന്നിട്ടുണ്ട്. 2 പേരും ചേച്ചി അനിയത്തിമാരാ. ചേച്ചി ഓക്കെ പറയാണെങ്കിൽ അവര് 2 പേരും ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ വരുന്നതായിരിക്കും. സമ്പത്ത് കുറച്ച് കുറവാണെങ്കിലും നല്ല സ്വഭാവ ഗുണമുള്ളവരാ. പക്ഷേ അവര് നമ്മളെപ്പോലെ ഉള്ളവരല്ല, തമിഴന്മാരാ. എന്താടി മാളവികെ ഇതുപോലുള്ള വർത്താനം നീ എന്നോട് പറയുന്നേ? നല്ല സ്വഭാവം മാത്രം പോരാ, നല്ല കാശുള്ള കുടുംബം ആവണം. അല്ലാതെ കുടുംബം നന്നായ പോരാ. നല്ല രീതിയിൽ തന്നെ നല്ല സ്ത്രീധനം കൊടുക്കാൻ പ്രാപ്തിയുള്ളവരെ മാത്രം മതി. പിന്നെ ഒരു കാര്യം കൂടി, ഈ തമിഴത്തികളോ കണ്ണി കണ്ട പോലത്തെ തെലുങ്കത്തികളൊന്നും എന്റെ മോന് വേണ്ട. നല്ല സുന്ദരികളായ മലയാളി പെണ്ണുങ്ങളെ മതി. കണ്ട പിച്ചക്കാരി കുടുംബങ്ങളിൽ നിന്നല്ലാതെ നല്ല രാജ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം. പറഞ്ഞത് മനസ്സിലായോ? ശരി ചേച്ചി. 2 ദിവസത്തിനുള്ളിൽ നല്ല ആലോചനകൾ കൊണ്ടുവന്നില്ലേ? പലിശയ്ക്ക് കൂട്ടുപലിശ ചേർത്ത് ഈ മാസം തന്നെ മൊത്തം കാശും എനിക്ക് തന്നു തീർക്കണം. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല ആലോചന കൊണ്ടുവരാം. കൊണ്ടുവന്നില്ലെങ്കി ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഞാൻ നടത്തും.
ഞാനേ വളരെ ബിസിയാ. ആലോചനയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ വിളിക്കുന്നതാ. ഇപ്പൊ ഞാൻ സംസാരിച്ചില്ലേ, അവരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. അവർക്ക് കല്യാണപ്രായമായ 2 മക്കളുണ്ടേ. ഗീതയ്ക്കും പൂർണ്ണവയ്ക്കും നോക്കാന്ന് വിചാരിച്ചതാ ഞാൻ. പക്ഷെ അവര് നല്ല സ്ത്രീധനം കിട്ടുന്നിടത്തുനിന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക. മാളവിക, ഈ പണക്കാരുടെ വീട്ടില് പണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നിടത്തേക്ക് എന്റെ മക്കളെ വിടാൻ താല്പര്യമില്ല. ഞങ്ങളുടെ അവസ്ഥയ്ക്കും സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടുള്ള ആലോചന മതി. അതെ മോളെ, ഞങ്ങളുടെ മക്കളെ ഒരുപാട് സൗഭാഗ്യമൊന്നും കൊടുത്തില്ലെങ്കിലും കഷ്ടപ്പെടുത്താതെ നോക്കുന്ന ഒരു ബന്ധം ഉണ്ടായാ മതി. അതിൽ കൂടുതൽ ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. ആ ശരി ചേച്ചി, അതുപോലത്തെ ആലോചന ഞാൻ കൊണ്ടുവരാം. എന്നാ പോയിട്ട് വരാം ചേച്ചി. ശരി. ശരി ശരി. എടാ ഗോവിന്ദ, ഈ വണ്ടി എവിടെയാ നമ്മൾ കണ്ടവലുണ്ടല്ലോ? ഈ കമ്പനിയുടെ വണ്ടി നാട്ടിൽ കുറെ ഉണ്ടാവൂടാ. നീ വാ. എടാ അങ്ങനെയല്ല, ഈ വണ്ടി നമ്പർ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്. എന്താടാ ഇതെന്താ ഫാൻസി നമ്പറാണോ? ഫേമസ് ആവാനും മാത്രം. നീ എന്തിനാ ഇതൊക്കെ പറയുന്നേ? വാ അകത്തേക്ക് പോ. എടാ ബാലാജി, മാളവികടാ. ഇവളുടെ കണ്ണിലെങ്ങാനും നമ്മൾ പെട്ടാ നല്ല പണി കിട്ടൂടാ. അമ്മ എല്ലാം അറിയും. മോഹമറിച്ചോ, പെട്ടെന്നായിക്കോട്ടെ. ഇവരെന്താ കാണിക്കുന്നത്? TV മോഷ്ടിച്ചോണ്ട് പോകുന്ന പോലെ ഉണ്ടല്ലോ. മുഖം കണ്ടിട്ട് അതുപോലെ തന്നെ. ഏയ് താഴെ വെക്ക. ഇങ്ങോട്ട് തിരിഞ്ഞേ. എന്തിനാ തിരിയുന്നേ? ഇതെന്താ ഈ പറയുന്നേ? കേട്ടിട്ടാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളോട് തിരിയാനാ പറഞ്ഞേ. എന്തിനാന്നാ ചോദിച്ച? നിങ്ങളുടെ മുഖം ഒന്ന് കാണട്ടെ. TV ഓഫ് ചെയ്തു. പിന്നെ കേസ മുഖം അറിയും നിങ്ങൾക്ക്? TV റിപ്പയർ ചെയ്യാൻ ആയാ ഹേ. എന്നാലും ഇവര് ആരായിരിക്കും? പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് TV കാണുന്ന മുഖമല്ല, നിങ്ങളുടെ മുഖം കാണണമെന്നാ. ഹമാരാ മുഖം തുമക്കോ എന്തിനു കാണിക്കണം? നിങ്ങളെ കണ്ടിട്ട് TV മോഷ്ടിക്കാൻ വന്നവരെ പോലെയാ, അതാ പറഞ്ഞേ. പെങ്ങളെ, TV മോഷണൻ ഹം നഹി നഹി. മുഖം കാണിക്കുന്നുണ്ടോ ഇല്ലയോ? ഹമാരാ മുഖം കാണിക്കാൻ പറ്റില്ല. ശരി ശരി, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. രണ്ടുപേര് സിഖ് ബ്രദേഴ്സ് ആണല്ലേ? മുഖം കാണിക്കുന്നതിൽ എന്തിനാ മടി കാണിച്ചേ? ലടിക്കെ കാണുമ്പോ എനിക്ക് നാണം വരും. നിങ്ങൾക്ക് നാണം ഉണ്ടെങ്കിലും അത് മുഖത്ത് കാണുന്നില്ലല്ലോ. അതിന് മുഖത്ത് മുഴുവൻ താടിയല്ലേ. അപ്പോ ഹമാരാ മുഖം തുമക്കോ മനസ്സിലായില്ല? മുഖത്ത് മുഴുവൻ താടി ഉണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാവും? നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് കല്യാണം ആയില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാനിവിടുത്തെ ഒരു കല്യാണ ബ്രോക്കറാ. നല്ല സിഖ് പെൺകുട്ടികളെ വേണമെങ്കിലേ എന്റെ ഓഫീസിലേക്ക് വാ. ഇതേ എന്റെ വിസിറ്റിംഗ് കാർഡാ. എടാ ബാലാജി, നമ്മുടെ ഗെറ്റപ്പ് സൂപ്പറാടാ. അവള് കണ്ടുപിടിച്ചില്ല. വാ പോവാം. എടാ അമ്മായിച്ചനെ കാണുന്നില്ലല്ലോ. നമ്മുടെ അമ്മായിച്ചന്റെ വീട്ടിൽ കയറി എന്തിനാണ് പെർമിഷൻ? നീ വാ. എടാ എടാ എടാ, വലതുകാല് വെച്ച് കേറി പോടാ. സൂക്ഷിച്ചു. ശരി, വെക്ക്. എന്തിനാണ് ധൃതി കൂട്ടുന്നേ? അരേ മാജി, ഹംകോ കുറച്ച് പാനി കൊണ്ട് തരുമോ?